എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾക്ക് രണ്ടാമതും മൺസൂൺ ബമ്പർ അടിച്ചിരിക്കുകയാണ്. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾക്ക് ഈ രീതിയിൽ ഒരുപാട് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടുന്ന സമയം മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ വാവില്ലേ, കറുത്ത വാവും വെളുത്ത വാവൊക്കെ വരുന്ന ദിവസങ്ങളോട് അനുബന്ധിച്ച് നോക്കിയാൽ മതി. ഇതിപ്പം ഉണ്ടായിരിക്കുന്നത് ചെതൽപ്പുറ്റലാണ്. ചെതൽപ്പുറ്റലാണ് ഇത് സാധാരണ ഉണ്ടാകാറ്. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പെരുങ്കൂണ് എന്ന് വിളിക്കും. അപ്പോൾ ഈ രീതിയിലുള്ളതൊക്കെ നമ്മൾക്ക് പറിച്ചെടുക്കാം. കണ്ടോ, ആ രീതിയിലുള്ളത് കുട രീതിയിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. ഇത് ഒരുപാട് വിരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. ഇവിടെ ഇനിയിപ്പം നമുക്ക് 2 ദിവസത്തേക്ക് പറിക്കാനുണ്ട്. ചെറുതൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, അതേപോലെ തന്നെ മീഡിയം പരുവത്തിന് വിരിഞ്ഞതുണ്ട്. ഇന്നിപ്പം മഴ കുറവാണ്, അതുകൊണ്ടാണ് ഒരുപാട് പ്രാണികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്കെന്തായാലും ഒരു സൈഡ് തൊട്ട് പറിച്ചെടുക്കാം. 2-3 ദിവസമായിട്ട് മഴ തീരെ കുറവാണ്. നമുക്ക് ഒരുപാടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്രയുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കിട്ടിയായിരുന്നു. ഏകദേശം ഒരു 4 കിലോയോളം കിട്ടിയായിരുന്നു. ഇന്നിപ്പം ഇത് ഏകദേശം ഒരു 1.5-2 കിലോയേ കാണത്തുള്ളൂ. നമ്മൾക്കെന്തായാലും ഇന്നത്തെ ആവശ്യത്തിന് കുറച്ച് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ എടുക്കുമ്പം വലിച്ച് പറിച്ചെടുക്കരുത്, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ അടിഭാഗം വെച്ച് നമുക്ക് ഈ മണ്ണിൻ്റെ അടിയിലോട്ടുള്ള ഭാഗം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇത് നല്ല സാധനമാണ്. ഇത്രയും വിരിഞ്ഞാൽ മതി, ഇതിൽ കൂടുതൽ വിരിയരുത്. നമ്മൾക്കിത് ഒരുപാടുള്ളത് കാരണം നമ്മൾക്ക് ഒരുവിധം വിരിഞ്ഞത് അതുണ്ടോ, ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ പറിച്ചെടുക്കാറായിട്ടുണ്ട്. ഇതൊന്നും ആയിട്ടില്ല. ഇത് ചിലപ്പം വൈകുന്നേരത്തോടു കൂടിയാകും. നാളത്തേക്ക് നിർത്തുവാണെങ്കിൽ രാവിലെ ഇത് മൊത്തം വിരിഞ്ഞു പോകും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പറിച്ചിട്ട് വൈകുന്നേരം വന്ന് പറിക്കാൻ വേണ്ടി പോയി. ആ സമയത്തിന് അതെല്ലാം അങ്ങ് വിരിഞ്ഞു പോയി. നമുക്ക് അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇനി ഇതുണ്ടോ, ഇത് ചെറുതായിട്ടുണ്ടായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇവിടെയും ചെറുതുണ്ട്. ഇതൊക്കെ കുറച്ച് ലേറ്റായിട്ട് നല്ല രീതിയിൽ വിരിഞ്ഞ് വരത്തുള്ളൂ. ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വിരിയുവാണെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത വർഷം ഇതേ സമയത്ത് ഈ ഭാഗത്ത് കൂണുകളുണ്ടാവും. നിങ്ങൾ വലിച്ചു പറിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഇപ്പോൾ താഴോട്ടുള്ള ഭാഗം നമുക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല. അതിൻ്റെ ആ ഫംഗസ് ഈ ചെതൽപ്പുറ്റിൻ്റെ അകത്ത് തന്നെ ഇരുന്നോളും. പിന്നീട് ഇതിനനുകൂലമായ സാഹചര്യമൊക്കെ വരുമ്പോൾ മഴയൊക്കെ വന്ന് ഉൾവശമൊക്കെ കുതിരുമ്പം അത് മുളച്ച് വന്നോളും. എന്തായാലും നല്ല നാച്ചുറലായിട്ടുള്ള അടിപൊളി സംഭവം ഒരുപാടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇനി നാളെ മുളച്ച് വരും. ഇന്ന് നമ്മൾ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ മഴ കുറച്ച് കുറവായിരുന്നു, അത് കാരണം ഇത് ഉണ്ടോ നല്ല ഹാർഡായിട്ട് നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. മഴയുണ്ടെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് വലുതാവും, പെട്ടെന്ന് മുളച്ച് അത് മോശമായി പോകും. അപ്പോൾ ഈ തരത്തിൽ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ പിന്നെയും എല്ലാ വർഷവും പോയി നോക്കിയാൽ മതി. ഈ കറുത്ത വാവ്, വെളുത്ത വാവ് ഇങ്ങനെയുള്ള, ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ വെളുത്ത വാവോ എന്തോ ഉണ്ട്. അത് ഇന്ന് വെളുത്ത വാവാണോന്ന് അറിയത്തുമില്ല. അതിനോടനുബന്ധിച്ച ദിവസങ്ങളിലാണ് ഈ സാധനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയത് കറുത്ത വാവിനായിരുന്നു. ഇതിൻ്റെ ഉണ്ടോ, ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കുട പരുവത്തിന് നിൽക്കുന്ന സാധനത്തിന് വിരിഞ്ഞു പോയതൊന്നും കൊള്ളത്തില്ല എന്നല്ല, അതിന് അത്രയ്ക്കൊരു രുചി കാണത്തില്ല. ഇതുണ്ടോ ഈ പരുവത്തിലുള്ള സംഭവങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് കുറച്ച് വലിപ്പം കുറവായിരുന്നു. ഇതിന് നല്ല ഇതിൻ്റെ സ്റ്റെമ്പിനൊക്കെ നല്ല വലിപ്പമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വലിപ്പക്കുറവായിരുന്നു. ഇപ്പോൾ ഇത് സംഭവം കുറച്ചേ ഉള്ളൂ, പക്ഷേ താരതമ്യേന കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനെ വെച്ച് നോക്കുമ്പം നല്ല വലിപ്പമുണ്ട് ഈ സാധനത്തിന്. ഞാൻ വിരിഞ്ഞ് വന്നതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്താണ് എടുത്തിരുന്നത്, വലിച്ചൂരി എടുക്കരുത്. ഇത് ഇതൊക്കെ ആയിട്ടില്ല, ഇന്ന് വൈകുന്നേരം ആകും. നാളെ രാവിലത്തേക്ക് നിർത്തുവാണെങ്കിൽ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ വിരിഞ്ഞ് പോകും. നമ്മൾക്ക് ഇന്ന് വൈകുന്നേരം പറിച്ച് ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ മതി.
അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമായിരിക്കും നല്ലത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല സാധനമാണ്. ഇതിൽ കൂടുതൽ വിരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല, ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് പെരുങ്കൂണ്, ചെതൽപ്പുറ്റിലുണ്ടാകുന്നതാണ്. ചെതൽപ്പുറ്റ് പുറമേ കാണാനില്ലെങ്കിലും അടിഭാഗത്ത് ചെതൽപ്പുറ്റുണ്ടാകും. ഇതങ്ങനെ അങ്ങ് കൂടുതലായിട്ട് ഇവിടെ കാണാനില്ല ചെതൽപ്പുറ്റ്, പക്ഷേ ഇതിൻ്റെ അടിയിലോട്ട് നല്ല രീതിയിൽ പടർന്ന ഒരു ചെതൽപ്പുറ്റാണ്.